ഞാനിപ്പോൾ കാലിക്കറ്റിലാണുള്ളത്. കാലിക്കറ്റിൽ നിറയുള്ളത് മലയാളികളാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കാലിക്കറ്റ് എന്ന ബസ് ബോർഡ് കണ്ട് ചാടിക്കയറിയതാണ്. അധികം വൈകാതെ തനി കേരളമെന്ന് തോന്നിക്കുന്ന കാലിക്കറ്റ് ഗ്രാമപഞ്ചായത്തിൽ ബസ് നിർത്തി. ഞാനിപ്പോൾ കോഴിക്കോടാണുള്ളത്. നിങ്ങൾ വിചാരിക്കും നമ്മുടെ കേരളത്തിലെ കോഴിക്കോടായിരിക്കുന്ന, അല്ല, ഞാൻ അന്തമാനിലെ കോഴിക്കോടാണുള്ളത്. ഇതുപോലെ സ്ഥലനാമങ്ങൾ നിരവധിയുണ്ട് കേരളത്തിന് സമാനമായി അന്തമാനിൽ. ഇത് കോഴിക്കോട്, ഇതുപോലെ വണ്ടൂരുണ്ട്, മഞ്ചേരിയുണ്ട്, അങ്ങനെ നിരവധി സ്ഥലങ്ങളുണ്ട്. കാലിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഴയ തലമുറ നമ്മളെ കേരളത്തിലെ ആൾക്കാരെ കൊണ്ടുവന്ന് നാട് കടത്തിയെന്ന് അറിഞ്ഞു കാണുമല്ലോ നിങ്ങളെല്ലാം. അതിൽപ്പെട്ടതാണ്. ഇവിടെ കുറേ പേരുണ്ട്, കേരളത്തെ പേര് കുറേ പേരുണ്ട്, അതിൽപ്പെട്ടതാണ് കാലിക്കറ്റ് എന്ന്. ഇവിടെ എൻ്റെ അച്ഛനെ ഈ ശിക്ഷയിൽ വന്നതാണ്. ഈ ശിക്ഷ കഴിഞ്ഞിട്ട് അച്ഛൻ പോയിട്ട് അമ്മനെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. കാലിക്കറ്റിൽ ബസ്സിറങ്ങി ഗ്രാമം കാണാൻ കൈകാണിച്ച ഓട്ടോറിക്ഷയാണ്. ഡ്രൈവറായി എത്തിയത് കാലിക്കറ്റ് നിവാസി കലീൽക്ക. എനിക്ക് കാലിക്കറ്റുകാരെയൊക്കെ ഒന്ന് കാണണം, സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ നേരെ വണ്ടി സ്വന്തം വീട്ടിലേക്ക് വിട്ടു. അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 മക്കളും മരുമക്കളും പേരക്കുട്ടികളും ചേർന്ന് എന്നെ സ്വീകരിച്ചു. മുറ്റത്ത് ചെറിയ പൂന്തോട്ടവും വാഴയും മാവുമൊക്കെയുള്ള തനി കേരളീയ വീട്. രാത്രി അത്താഴം കഴിക്കാൻ അവരെന്നെ ക്ഷണിച്ചു. വീട് കണ്ട് തിരിച്ചുപോയ എന്നെ കലീൽക്കയും കുടുംബവും പോർട്ട് ബ്ലെയറിൽ വന്ന് ഹോട്ടലിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. പത്തിരിയും ചിക്കൻ കറിയും അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി രാത്രി കഴിക്കാൻ വരാൻ പറഞ്ഞു. കഴിച്ചോണ്ടിരിക്കുക. നല്ല രുചിയുണ്ട് ഭക്ഷണം. പ്രത്യേകിച്ച് ഞാൻ മലപ്പുറത്തൊക്കെ വെച്ച് ടേസ്റ്റ് ചെയ്ത അതേ ഫുഡ്, അതുപോലുള്ള ടേസ്റ്റിലാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. പ്രിപ്പയർ ചെയ്ത ആൾക്കാർ രാവിലെ വന്ന് കണ്ടിട്ട് പോയപ്പോൾ അവരെന്നെ ക്ഷണിച്ചതാണ്. ഞാൻ ക്ഷണം സ്വീകരിച്ച് രാത്രി പോകുന്നതാണ്. അവരെന്നെ വിളിച്ചോണ്ട് വന്നതാട്ടോ. ഹോട്ടലിൽ വന്ന് കൂട്ടിക്കൊണ്ട് വന്നതായിരുന്നു. ഭയങ്കര സ്നേഹമുള്ള മനുഷ്യരാണ് കാലിക്കറ്റിലുള്ളത്.